പരിശുദ്ധ ഇസ്ലാമും വിശുദ്ധ ഖുർആനും മനുഷ്യന്റെ വിജയ പരാജയങ്ങളുടെ കാരണങ്ങൾ വ്യക്തമായി അറിയുന്ന ആശയമാണ്, ആദർശമാണ്, ഗ്രന്ഥമാണ്. മനുഷ്യൻ എന്തുകൊണ്ട് പരാജയപ്പെടും, എന്തുകൊണ്ട് വിജയിക്കും എന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്നത് ഇസ്ലാം എന്തുകൊണ്ടും എപ്പോഴും വിജയം വരും. കാരണം അറിവിന്റെ അന്തസ്സയിൽ അടിയുറച്ച് നിൽക്കുന്ന അതിമനോഹരമായ വിശുദ്ധ ഖുർആൻ ശരീഫിന്റെ പ്രവൃത്തി മണ്ഡലമാണ് ഇസ്ലാം. അതുകൊണ്ട് ഇസ്ലാം മനുഷ്യനെ പ്രദർശിപ്പിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും ഖുർആനിനെ അടിസ്ഥാനപ്പെടുത്തിയ ആ ഖുർആൻ ശരീഫ് മനുഷ്യന് വിജയകരമായി മുന്നേറുന്നതിന് ഉത്തേജനം നൽകുന്നു, ഉന്മേഷം നൽകുന്നു. വിജയം മനുഷ്യന്റെ ജന്മാവകാശമാണ് എന്ന് ഇത്രയും സ്പഷ്ടമായി പ്രതിപാദിക്കുന്ന ഒരു വ്യവസ്ഥ, ഒരു ഗ്രന്ഥം നമുക്ക് ലോകത്ത് കാണാൻ കഴിയില്ല. നിരന്തരം പരാജയപ്പെടരുത് എന്ന് മനുഷ്യനോട് പ്രാർത്ഥിക്കുന്ന ഒരു ആശയത്തെ, ഒരു ആദർശത്തെ നമുക്ക് കാണാൻ കഴിയില്ല. വിജയിക്കുക, മുന്നേറുക എന്ന് മനുഷ്യനോട് നിരന്തരം പറയുന്ന ഒരു ആശയത്തെ, ഒരു ഗ്രന്ഥത്തെ നമുക്ക് കാണാൻ കഴിയില്ല. തിരിഞ്ഞു നടക്കേണ്ടി വരുമ്പോൾ തിരിഞ്ഞു നടക്കാനുള്ള ആർജവം കാണിക്കണം. അത് മനുഷ്യന്റെ വിജയത്തിന്റെ ആർജവമാണ്, വിജയത്തിലേക്കുള്ള യാത്രയുടെ തുടക്കമാണ് എന്ന് പറയുന്ന മറ്റൊരു വ്യവസ്ഥ നമുക്ക് കാണാൻ കഴിയില്ല. ഇസ്ലാം മനുഷ്യനെ എന്തുകൊണ്ടാണ് വിജയത്തിലേക്ക് നയിക്കുന്നത്? വാളുകൊണ്ട് അല്ല. ഇസ്ലാം മനുഷ്യനെ വിജയത്തിലേക്ക് നയിക്കുന്നത് ആദർശപരമായ ആർജവത്തിന്റെ കർമ്മമണ്ഡലത്തിലൂടെയാണ്. വിജയം ആവശ്യമുള്ള ഒരു മനുഷ്യൻ വിജയിക്കാൻ ആവശ്യമായതെല്ലാം ചെയ്തിരിക്കണമെന്ന് മനുഷ്യനോട് നിരന്തരം ബോധ്യപ്പെടുത്തുകയും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ഇസ്ലാം. മനുഷ്യന് എവിടെയെല്ലാം, എപ്പോഴെല്ലാം, എങ്ങനെയെല്ലാം ജീവിതങ്ങളുണ്ടോ അവിടെയെല്ലാം മനുഷ്യൻ വിജയിച്ചേ പറ്റൂ എന്ന് ഖുർആൻ അഭ്യർത്ഥിക്കുന്നു, ആവശ്യപ്പെടുന്നു. അതിനാവശ്യമായ വഴികൾ കാണിച്ചു കൊടുക്കുന്നു. കൂരിരുട്ടിന്റെ ജീവിതമല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്, വെളിച്ചത്തിലൂടെയുള്ള ജീവിതമാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്, ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപകട സൂചനകൾ, പരാജയത്തിന്റെ വഴികൾ, അപായത്തിന്റെ വഴികൾ വ്യക്തമായി വിശുദ്ധ ഖുർആൻ വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യൻ എന്തെല്ലാം കൊണ്ട് പരാജയപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. മനുഷ്യന്റെ വളർച്ചയാണ്, മനുഷ്യന്റെ പുരോഗതിയാണ്, മനുഷ്യന്റെ മനോഹരമായ നിലനിൽപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് മാനവലോകത്തോട് വിശുദ്ധ ഇസ്ലാം, പരിശുദ്ധ ഖുർആൻ നിരന്തരം ഓർമ്മപ്പെടുത്തുന്നു. ജീവിതത്തിൽ അന്തസ്സിനേക്കാൾ അലങ്കാരമുള്ള മറ്റൊരു ആഭരണമില്ല എന്ന് പറയുന്ന പരിശുദ്ധ ഇസ്ലാം
അന്തസ്സോടെ ജീവിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നതിനെ എല്ലാം മനുഷ്യൻ വെടിയണം എന്ന് പറയുന്നു. സാമ്പത്തികമായ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങളെ കൈവെടിയണം എന്ന് ഇസ്ലാം പറയുന്നു. മാനസികമായ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യങ്ങളെ കൈവെടിയണം എന്ന് ഖുർആൻ പറയുന്നു. ശാരീരികമായ പ്രതിസന്ധികളെ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കൈവെടിയണം എന്ന് ഖുർആൻ പറയുന്നു. അതോടുകൂടി മനുഷ്യന് അന്തസ്സിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയണം. അത് മനുഷ്യത്വത്തിന്റെ പ്രതാപമാണ് എന്ന് ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. വിശുദ്ധ ഇസ്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. നമുക്ക് വിജയിച്ചേ തീരൂ. അത് മനോഹരമായി വിജയിക്കണം. ലക്ഷ്യബോധത്തോടുകൂടെ പ്രയത്നിക്കുക, മനോഹരമായി പണിയെടുക്കുക, ഏറ്റവും അനുവദനീയമായ രീതിയിൽ പണിയെടുക്കുക. നമുക്ക് ലഭ്യമായതിനെ നമ്മുടെ വിജയത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മുടെ വിജയത്തിന് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കുക. നമ്മുടെ വിജയത്തിന് വേണ്ടി കർമ്മമണ്ഡലം രൂപീകരിക്കുക. അർത്ഥവും അന്തസ്സുമുള്ള ജീവിതമാക്കി മാറ്റുക. അതിനാവശ്യമായ ദിശാബോധമുള്ള വഴികളെ നാം കണ്ടെത്തുക. എങ്ങനെയാണ് അത് സാധ്യമാക്കേണ്ടത്? സത്യസന്ധമായ ജീവിതത്തിലൂടെ, ക്ഷമാർപ്പണത്തോടെയുള്ള ജീവിതത്തിലൂടെ, വിശ്വാസത്തിൽ അടിയുറച്ചുള്ള ജീവിതത്തിലൂടെ, സത്യസന്ധമായ ജീവിതത്തിലൂടെ മനുഷ്യന് അന്തസ്സുറ്റ ജീവിതം നേടിയെടുക്കാൻ കഴിയണം എന്ന് പറയുന്ന അതിമനോഹരമായ വ്യവസ്ഥയാണ് പരിശുദ്ധ ഇസ്ലാമും വിശുദ്ധ ഖുർആനും. എന്തുകൊണ്ടാണ് മനുഷ്യൻ പരാജയപ്പെടാൻ പോകുന്നത് എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. എന്തെല്ലാം കൊണ്ട് പരാജയപ്പെടാൻ, എന്തെല്ലാം കൊണ്ട് പരാജയപ്പെടും എന്ന് ഖുർആൻ ചോദിക്കുന്നു. എന്നിട്ട് അതിന് സാധ്യമായ വഴികൾ, പരാജയത്തിന് സാധ്യമാകുന്നതും വിജയത്തിന് സാധ്യമാകുന്നതും വേർപെടുത്തുന്നു. എന്നിട്ട് മനുഷ്യൻ വിജയിക്കുക, സത്യസന്ധനായി വിജയിക്കുക, ക്ഷമയോടെ വിജയിക്കുക, കർമ്മമണ്ഡലത്തിൽ പരിശുദ്ധമായി നിലകൊണ്ടുകൊണ്ട് പരിപാവനമായ വിജയം കൈവരിക്കുക എന്ന് പറയുന്ന മഹത്തായ ഇസ്ലാമിന് മാനവലോകത്ത് നിലനിൽക്കാൻ വാളിന്റെ ആവശ്യമുണ്ടോ? യുദ്ധത്തിന്റെ ആവശ്യമുണ്ടോ? മനുഷ്യച്ചോര ആവശ്യമുണ്ടോ? ഇല്ല. മനുഷ്യപ്പറ്റിന്റെ സിദ്ധാന്തമാണ് പരിശുദ്ധ ഖുർആൻ, വിശുദ്ധ ഇസ്ലാം. മനുഷ്യനെ അതിമനോഹരമായി പരിചയപ്പെടുത്തുന്ന പവിത്രമായ ഖുർആൻ മാനവരാശി ഒന്നാണെന്ന് ഉറക്കെ പറഞ്ഞ് മനുഷ്യന് പരസ്പരം കൈകോർത്ത് പിടിച്ചു നിൽക്കാൻ പഠിപ്പിക്കുന്നു. ഒരു മാതാവിന്റെയും ഒരു പിതാവിന്റെയും മക്കളാണ് നിങ്ങളെല്ലാവരും എന്ന് പറയുന്നതിൽ, ഉറക്കെ പറയുന്നതിൽ, ആ പ്രഖ്യാപനം ലോകത്ത് നിലനിർത്തുന്നതിൽ ഇസ്ലാം വിജയിച്ചു. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ. നിങ്ങൾ ഒരു മാതാവിന്റെയും ഒരു പിതാവിന്റെയും സന്തതികളാണ് എന്ന് പറഞ്ഞാൽ സാഹോദര്യ ബന്ധം നിലനിർത്തി കെട്ടുറപ്പോടുകൂടെ മുറുകെ പിടിച്ച് ചേർന്നത് പരസ്പര സാഹോദര്യം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ ബാധ്യസ്ഥരാണ്. ആദർശപരമായി പലതരം ആദർശങ്ങളും ആശയങ്ങളും നിങ്ങൾക്കിടയിൽ ഉണ്ടാകാം. എങ്ങനെയെല്ലാം ആണെങ്കിലും ഏതൊരു മനുഷ്യൻ ഏതൊരു ആശയത്തെയാണോ ജീവിത ഉപാധിയായി, ജീവിത മാർഗമായി അവലംബിക്കുന്നതെങ്കിൽ ആ വഴിയിൽ അവർ പോയിക്കോട്ടെ. മറിച്ച് സാഹോദര്യ ബന്ധം നിലനിർത്തണം. മതങ്ങൾ തമ്മിലുള്ള അക്രമത്തെ
തീർത്തും ഇസ്ലാം നിരാകരിക്കുന്നു. ഓരോ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന മനുഷ്യരെ അഗാധ മതങ്ങളുടെ വഴിയിലൂടെ പോകാൻ അനുവദിക്കുക. ലക്കും ദീനുക്കും വലിയ ദീൻ. ഒരു മതത്തിന്റെ ആളുകളും മറ്റൊരു മതത്തിന്റെ ആളുകളെ ആക്ഷേപിക്കുകയോ അധിക്ഷേപിക്കുകയോ ചെയ്യാൻ പാടില്ല. അവർക്ക് അവരുടെ മതം വലുതാണ് എന്ന് നാമാണ് തിരിച്ചറിയേണ്ടത്. അവരുടെ ആത്മീയമായ സരണികൾ അത് അവർക്ക് പ്രൗഢമാണ്, മനോഹരമാണ് എന്ന് തിരിച്ചറിയണം. എന്നെങ്കിലും താൻ ഉൾക്കൊള്ളുന്ന ആദർശത്തിൽ ഏതെങ്കിലും അപാകതയുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ ഏത് ഒരാശയത്തിലാണ് അവർക്ക് വിശ്വാസം തോന്നുന്നതെങ്കിൽ ആ വിശ്വാസം തോന്നുന്ന ആദർശത്തിൽ അടിയുറച്ച് നിൽക്കാനും അതിലേക്ക് മാറാനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ലോകത്തുണ്ട്. അത് വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണ്. മറിച്ച് ഒരു മതത്തിന്റെ അനുയായി മറ്റൊരു മതത്തിന്റെ അനുയായിയെ അപകീർത്തിപ്പെടുത്തുന്നതും ആക്ഷേപിക്കുന്നതും പരിശുദ്ധ ഖുർആൻ നിരാകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? മനുഷ്യന് മനോഹരമായി ജീവിക്കാൻ മാനവികതയുടെ കെട്ടുറപ്പ്, മാനവികതയുടെ വലക്കണ്ണിയായി തീരൽ അനിവാര്യമാണ്, അത്യാവശ്യമാണ്. അതുകൊണ്ട് ഏതൊരു ആശയത്തെ ഉൾക്കൊള്ളുകയും ഏതൊരു ആശയത്തെ അവലംബിക്കുകയും ജീവിതചര്യയായി ഒരു മനുഷ്യൻ അനുകരിക്കുകയും ചെയ്യുന്നു എങ്കിൽ ആ മനുഷ്യനെ ആ വഴിക്ക് വിടാൻ നിർദ്ദേശിക്കുന്ന ഒരു പരിശുദ്ധമായ വ്യവസ്ഥിതി, ആ വ്യവസ്ഥിതിയുടെ പേരാണ് ഇസ്ലാം. ആ വ്യവസ്ഥിതി മാനവലോകത്തിന് പഠിപ്പിക്കുന്ന ഗ്രന്ഥത്തിന്റെ പേരാണ് ഖുർആൻ. ഞാൻ ചോദിക്കുന്നത് ഒന്നേ മാത്രമാണ്. ഈ പരിശുദ്ധ മതത്തിന് എങ്ങനെയാണ് ഈ മതത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി വാളെടുക്കാൻ കഴിയും? എങ്ങനെ ഈ മതത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി വാളെടുക്കാൻ കഴിയും? ഈ മതത്തിന്റെ നിലനിൽപ്പിന് വാളിന്റെ ആവശ്യമുണ്ടോ? ഇസ്ലാം വളരുന്നത് വാളുകൊണ്ടല്ല. ഇസ്ലാം വളർത്തിയത് വാളുകൊണ്ടല്ല. ഇസ്ലാം വളർന്നത് അതിന്റെ ധാർമ്മികമായ മണ്ഡലത്തിൽ പ്രൗഢിയുള്ളത് കൊണ്ടാണ്. മാനുഷികമായ മണ്ഡലത്തിൽ അതിന്റെ മാന്യതയുള്ളത് കൊണ്ടാണ്. ഇസ്ലാം വാളുകൊണ്ട് പടുത്തുയർത്തപ്പെട്ടു, അല്ലെങ്കിൽ വാളുകൊണ്ടാണ് ഇസ്ലാം നിലനിൽക്കുന്നത്, അതല്ല എങ്കിൽ ഇസ്ലാം വാളുകൊണ്ടാണ് വളരുന്നത് എന്ന ആശയം ആരെങ്കിലും പറയുന്നെങ്കിൽ തീർച്ചയായും ഇസ്ലാമിനെ കുറിച്ച്, അതിന്റെ വ്യവസ്ഥിതികളെ കുറിച്ച്, അതിന്റെ ചരിത്രപരമായ പാഠങ്ങളെ കുറിച്ച്, അതിന്റെ അടിസ്ഥാന മൂല്യങ്ങളെ കുറിച്ച് ഒരു അറിവും ഇല്ലാതെയാണ് അത്തരം ആളുകൾ ഇസ്ലാമിനെതിരെ അനധികൃതമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് അടിയുറപ്പോടുകൂടി നമുക്ക് പറയാൻ കഴിയും.